അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 4-1 തകർപ്പൻ വിജയം. ടീം അർജന്റീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ടീം ബ്രസീലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അർജന്റീന ആരാധകരോട് ഒരു ക്വസ്റ്റ്യൻ, ഇനിയെങ്കിലും നിങ്ങൾ അതിന് സത്യം പറയണം. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ഇന്ന് പുലർച്ചെ നടന്ന അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്തിൽ നമുക്ക് കളിയെ പറ്റിയിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ കളിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി. ഇപ്പോ കളിയെ പറ്റി പറയുകയാണെങ്കിൽ കളി ആരംഭിച്ച് 4-ാമത്തെ മിനിറ്റിൽ തന്നെ അൽവാസിലൂടെ അർജന്റീന ലീഡ് എടുക്കുന്നു. അപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നുള്ള മട്ടിലിരിക്കുമ്പോൾ 12-ാമത്തെ മിനിറ്റിൽ ഫെർണാണ്ടസ് വഴി 2-ാമത്തെ ഗോളും അർജന്റീന അടിക്കുന്നു. എന്നാൽ ഒരു ആശ്വാസം എന്നോണം 26-ാം മിനിറ്റിൽ മാത്യു ഗ്യോനയുടെ ഒരു ഗോൾ, അതായത് അത് കുട്ടി റൊമേറോയുടെ ഒരു മിസ്റ്റേക്കിനെ യൂസ് ചെയ്തുകൊണ്ട് ബ്രസീൽ ഒരു ഗോൾ അടിക്കുന്നു. അപ്പോൾ ബ്രസീൽ ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിലും അതിന്റെ ആയുസ് ഒരു 37-ാം മിനിറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. മെക്കാലിസ്റ്റർ 37-ാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയ്ക്ക് വേണ്ടി വല കുലുക്കുന്നു. അതും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കളി ഏറെക്കുറെ അവസാനിക്കാൻ സമയമാകുന്ന സമയം ഒരു 71-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഒരു പയ്യൻ വരുന്നു, പേര് സിമിയോണി എന്നാണ്. ആള് വന്ന് ഒരു ബുള്ളറ്റ് ഷോട്ട് സൈഡ് നടിച്ച് പോസ്റ്റിലേക്ക് കയറ്റുന്നു. അതോടെ ആയപ്പോഴത്തേക്ക് ബ്രസീലിന്റെ വധം ഉറപ്പായി. അപ്പൊ ഇതായിരുന്നു ശരിക്കും കളി. ശരിക്കും ബ്രസീലിന്റെ പ്രകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2002-ലാണ് ബ്രസീലിന്റെ ഒരു ഫാൻ ആയിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ബ്രസീൽ ഫാനാണ് ഞാൻ. അന്ന് മുതൽ കണ്ട ബ്രസീലിന്റെ എല്ലാ മാച്ചുകളും എടുത്ത് നോക്കിയാൽ ഇത്രയും എന്താ പറയാ, ഇത്രയും ഒരു 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 ജീവനില്ലാത്ത കളി, അല്ലെങ്കിൽ ഇത്രയും ഒരു വൃത്തികെട്ട കളി ബ്രസീൽ കരിയറിൽ കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. 2013 ജർമ്മനിയായിട്ട് 7-1 പരാജയപ്പെടുമ്പോൾ പോലും ബ്രസീൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത്ര പോലും ഇന്ന് ബ്രസീൽ അർജന്റീനയ്ക്കെതിരെ കളിച്ചില്ല എന്നുള്ളതാണ്. നോക്കിയാൽ മതി, വെറും 12 ഷൂട്ടുകൾ അർജന്റീന ചെയ്തിട്ട് അതിൽ 7 ഓൺ ടാർഗറ്റ് അടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ബ്രസീൽ ആകെ ചെയ്തത് വെറും 3 ഷൂട്ടുകൾ മാത്രമാണ്. അതിൽ 1 മാത്രമാണ് ഓൺ ടാർഗറ്റ് ആക്കാൻ പറ്റിയത്. അത് എങ്ങനെ ഓൺ ടാർഗറ്റ് ആയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം എന്റെ ഓർമ്മയിൽ ഒരു ഓൺ ടാർഗറ്റോ ഷൂട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇപ്പോ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ അവര് എന്തായാലും ഇട്ടിട്ടുണ്ട് അത്രയും. അപ്പോ ശരിക്കും പറഞ്ഞാല് അമ്പേ പരാജയമായിരുന്നു ബ്രസീലിന്റെ കളി എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ ഞാൻ ടാഗ് ലൈനിൽ പറഞ്ഞു എന്താണ് ഇപ്പോൾ അർജന്റീനയുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ബ്രസീലിന്റെ അവസ്ഥ. അപ്പോൾ അർജന്റീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ടീം ടോപ്പ് ഫോമിലാണുള്ളത്. അർജന്റീനയുടെ എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് ഫോമിലാണ് അർജന്റീന ഇപ്പോൾ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പോക്കാണ് അർജന്റീന പോകുന്നതെങ്കിൽ 2026 വേൾഡ് കപ്പ് അർജന്റീന തന്നെ അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഫോമിലാണ് അർജന്റീന. മെസ്സി ഇല്ലായിരുന്നു, എന്നിട്ട് കൂടി അർജന്റീനയുടെ പെർഫോമൻസ് എന്റെ മോനെ അത് പറയാതിരിക്കാൻ വയ്യ. വളരെ പ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രസ്സിങ്ങോട് പ്രസ്സിങ് ഭയങ്കര. ബ്രസീലിനെ കളിക്കാനേ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബ്രസീലിന്റെ കളിയിലേക്ക് വരികയാണെങ്കിൽ പ്രസ്സിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അല്ലെങ്കിൽ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നുമില്ല, ഇന്റർസെപ്ഷൻസ് ഇല്ല. ആകെ ഒരു വല്ലാത്ത കുഴഞ്ഞ മട്ട്. എന്തോ ബ്രൂണോ ഗമേറസിന് എന്ത് പറ്റിയെന്ന് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ. ബ്രൂണോ ഗമേറസ് ഇന്ന് ടീമിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ ആ ഒരു വിടവ് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഇതാണ് അർജന്റീനയുടെ ടീമിന്റെ കേസ് പറയുമ്പോൾ അർജന്റീന വൻ ഫോമിലാണ്. ഒരു രക്ഷയില്ല, അത് പിടിച്ചാൽ കിട്ടാത്ത ഒരു ഐറ്റം ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ബ്രസീലിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ വളരെ പരിതാപകരമാണ്. ആദ്യം ചെയ്യേണ്ടത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കോച്ച് എനിക്ക് തോന്നുന്നില്ല കോച്ച് ടീമുമായിട്ട് ബാലൻസ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു ടാക്ടിക്സും എനിക്ക് കളിയിൽ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇന്നത്തെ കളിയായാലും ഇന്നലത്തെ കഴിഞ്ഞ കൊളംബിയയുള്ള കളിയായാലും വലിയ ടാക്ടിക്സും കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു ബ്രസീലിയൻ ഫുട്ബോളൊന്നും ഈ സ്ക്വാഡിൽ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ച് ആത്മാർത്ഥത, ടീമിന് വേണ്ടി കുറച്ച് ആത്മാർത്ഥത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റാഫീനോ മാത്രമാണെന്ന് തോന്നുന്നു. പിന്നെ ബ്രൂണോ ഗമേറിഷ് ഉണ്ടായിരുന്നു, ആൾ ഇന്ന് ടീമിൽ ഇല്ലായിരുന്നു നിർഭാഗ്യവശാൽ. ശരിക്കും ഒരു ബ്രസീൽ ആരാധകനെ സംബന്ധിച്ച് ഇന്നത്തെ ബ്രസീൽ ടീമിനെ ഒരിക്കലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം പഴയ ബ്രസീൽ ടീമിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്ന ലെജൻസ് മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രസീൽ ടീം ഉണ്ടായിരുന്നു. അന്ന് അവര് ആ കുപ്പായത്തോട് കാണിക്കുന്ന ഒരു മാന്യത, അതിനോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ അതിനോട് പുലർത്തുന്ന ഒരു നന്ദി, ഞാൻ ഇന്ന് ഇപ്പോ കാണുന്ന ഈ കുറച്ച് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, വണ്ടർ കിഡ് എന്നൊക്കെയാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്. ഇവിടെ ഫിലിപ്പേരൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു നെയ്മറോട് കൂടി ഏറെക്കുറെ ആ ഒരു ബാഡ്ജിന് വേണ്ടിയുള്ള കളി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല എന്തിനാണ് ഇപ്പോഴും ഈ വിനീഷ്യസ് ജൂനിയറിനൊക്കെ ഇപ്പോഴും ഇങ്ങനെ റയൽ ഫാൻസ് ഒക്കെയാണെന്ന് തോന്നുന്നത് ഇങ്ങനെ പൊക്കി വെച്ചിരുന്നത്. റയലിൽ മാത്രം കളിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്താണ് ആള് നാഷണൽ ജേഴ്സിയിലേക്ക് വരുമ്പോൾ റയലിലെ പുലി എന്തുകൊണ്ട് പൂച്ചയായി മാറുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഇത് വിനീഷ്യസിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് തന്നെ കളി എങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ വേഗം വീട്ടിൽ പോകായിരുന്നു എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. റോഡ്രിഗോ ഒക്കെ നമ്പർ 10 ഒന്നും ഇടാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ അല്ല.
എനിക്കൊന്ന് റോഡ്രിഗോയെക്കാളും നന്നായിട്ട് കൊടുക്കുന്ന പൊസിഷൻ ലൂക്കസ് പാക്കറ്റോ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. റോഡ്രിഗോ എന്ത് ചെയ്യുന്നു ടീമിൽ? ഒന്നും ചെയ്യുന്നില്ല. റോഡ്രിഗോ ഒക്കെ വെറും പടമാണ്, വെറുതെ എടുത്ത് ഭിത്തി തൂക്കാൻ പറ്റുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അല്ലാതെ വേറെ സാധനം അല്ല. റോഡ്രിഗോ ഒന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഹാലൻഡിന്റെ കൂടെയും എംബാപ്പയുടെ കൂടെ ഒന്നും വിനീഷ്യസ് ഒന്നും ഇനി കമ്പയർ ചെയ്യരുത് ആരും. അതൊക്കെ ഭയങ്കര മോശമായപ്പോൾ അത് അവർക്ക് കൂടി നാണക്കേടാണ്. അത് ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരല്ലെങ്കിൽ ടീമിന് വേണ്ടി കളിക്കണം. ടീമിന് വേണ്ടി ഇവർ കളിച്ച ഒരു കളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇവരെ വണ്ടർ കിട്ടുന്നോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളെന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. ഇന്നത്തെ മാച്ച് കണ്ടാൽ നമുക്കറിയാം വെറുതെ ഒരു രീതിയിലും അർജന്റീനയ്ക്ക് ഒരു ഡിസ്റ്റർബ് പോലും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം എമിലിയാനോ മാർട്ടിനസ് അവിടെ പോസ്റ്റിൽ നിന്നിട്ട് ബോൾ ജഗിൾ ചെയ്ത് കളിക്കും. കാരണം ആ ബോളിൽ നിന്ന് ആ ബോളിനെ ഒന്ന് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ചെല്ലണ്ടേ? അതുപോലും ഇല്ല. അവരടിക്കുമ്പോൾ നമുക്ക് കളിക്കാം, അത് കളി കഴിഞ്ഞ് വേഗം പോവാം എന്നുള്ള മട്ടിലാണ്. അല്ലെങ്കിൽ ബ്രസീൽ അർജന്റീന കളി അല്ലെ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ അത് തീവാറേണ്ട പരിപാടിയാണ്. പക്ഷെ ഒരു സൂപ്പർ ക്ലാസിക്കോ എന്നൊന്നും പറയാൻ ഇന്നത്തെ കളിയെ പറ്റില്ല. കാരണം ദുർബലരായ ബ്രസീൽ അങ്ങനെ പറയാൻ പറ്റൂ. അവർക്കിട്ട് 4 എണ്ണം കിട്ടിയില്ലെങ്കിലും അത്ഭുതം. എന്ത് കളിയാണ് ഇത്? ഇങ്ങനെയാണോ കളിക്കുന്നത്? നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. നെയ്മർ ജൂനിയർ ടീമിൽ ഇനി നെയ്മറിനെ നമ്മളിവിടെ കളിപ്പിക്കുമെന്നൊക്കെ ചോദിച്ച ടീമുകൾ എൻ്റെ പല ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട്. കാരണം ബ്രസീലിന് അത്ര നല്ല സ്കോഡ് ഉണ്ട്, നെയ്മറിനെ ഇനി ഇവിടെ കൊണ്ട് കളിപ്പിക്കാൻ എന്നൊക്കെ ചോദിച്ച ടീമുണ്ട്. നെയ്മർ ഇല്ലാത്തതിൻ്റെ നന്നായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നെയ്മർ ഒറ്റയ്ക്ക് ആ ടീമിനെ അങ്ങ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി പുള്ളി ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നല്ല. പക്ഷെ നെയ്മറെ പോലെ ഒരു പ്ലെയർ, ഒരു നമ്പർ 10 കളിക്കാൻ ഒരു പ്ലെയർ എന്തായാലും ബ്രസീലിന് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തിയാഗോ സിൽവേനെ പോലെ അല്ലെങ്കിൽ ഡാനി ആൽവസിനെയൊക്കെ പോലെ ഉള്ള പ്ലെയേഴ്സ് ഇന്ന് ബ്രസീലിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ സ്കോഡിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മാർക്കിഞ്ഞോസിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. പിന്നെ ബ്രൂണോ ഗുമേരസ് ഇല്ലാഞ്ഞത് വലിയ ഒരു തിരിച്ചടിയായി പോയി. പക്ഷെ ആളുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർജന്റീനയുടെ ഇന്നത്തെ പെർഫോമൻസ് അമ്മാതിരി ആയിരുന്നു. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിൽ ചോദിച്ചിരുന്നു അർജന്റീനിയൻ ഫാൻസ് ഇനിയെങ്കിലും സത്യം പറയണം എന്നൊരു സാധനം. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാ അർജന്റീനിയൻ ഫാൻസും, എനിക്ക് തോന്നുന്നില്ല അത് അർജന്റീനിയൻ ഫാൻസ് ആണ്, അത് ഒരു മെസ്സി ഫാൻസ് ആവാനാണ് സാധ്യത. മെസ്സി ഫാൻ ആയതുകൊണ്ട് ഞാൻ അർജന്റീനിയൻ ഫാനാണ്, അല്ലെ അർജന്റീനിയൻ ഫാൻ ആയതുകൊണ്ട് മെസ്സി ഫാനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് എന്തു ആയിക്കോട്ടെ, മെസ്സി അല്ലെങ്കിൽ അർജന്റീന, ഈ ഫാൻസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എപ്പോഴും പറയായിരുന്നോ കളികൾ തോൽക്കുമ്പോൾ അർജന്റീന, നേരത്തെ കാര്യമാണ്, അർജന്റീന കളി തോക്കുമ്പോൾ മെസ്സി ഒറ്റയ്ക്ക് മാത്രം കളിക്കാനുള്ളൂ, മെസ്സി ഒറ്റയ്ക്ക് കളിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതേസമയം അർജന്റീന കളി ജയിക്കുമ്പോൾ പറയും ആള് ഒറ്റയ്ക്ക് കളിച്ച് ജയിപ്പിച്ചു, ഒറ്റയ്ക്ക് കളിച്ചു എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടു, മെസ്സി ഒറ്റയ്ക്ക് കളിച്ചിട്ടാണ് ആ വേൾഡ് കപ്പ് അടിച്ചത് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിരുന്നു. അപ്പൊ കൂടെ കളിച്ച 10 പേരെന്ത് പൊട്ടന്മാര്? 10 പേർക്കും റോളുണ്ടല്ലോ അവിടെ. ഇനി നിങ്ങൾ പറ, മെസ്സി ഒറ്റയ്ക്കാണ് ഈ ടീമിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല. ആ ടീം ഇന്ന് വേറെ ലെവലാണ്. സ്കാലോണി വന്നതിന് ശേഷം അർജന്റീനയുടെ ടീം വല്ലാതെ ഡെവലപ്പ് ആയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ വേൾഡ് കപ്പ് അടിച്ചതായാലും 2 കോപ്പ അമേരിക്ക അടിച്ചതായാലും നിങ്ങൾ ഇനി പറയല്ലേ അത് മെസ്സി ഒറ്റയ്ക്ക് കളിച്ചടിച്ചതാണെന്ന്? അത് ദോഷമാണ്. കാരണം നിങ്ങളുടെ ഈ അർജന്റീന എന്ന് പറയുന്ന ടീമിനെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനെയും നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമാണത്. അവിടെ എല്ലാവരും റോൾ എടുക്കുന്നുണ്ട്. നമുക്കറിയാം വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ലാസ്റ്റ് മിനിറ്റിൽ, ഇഞ്ചുറി ടൈമിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോള് എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്യുന്നത്, അത് മെസ്സിയാണ് സേവ് ചെയ്തത്. മെസ്സിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സേവ് എടുക്കാൻ എമിലിയാനോ മാർട്ടിനസ് തന്നെ വേണമായിരുന്നു. ആ സേവ് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ട് വരില്ല. വേൾഡ് കപ്പ് ഫ്രാൻസ് അടിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. അവരത് വൃത്തിയായി അർജന്റീനയിൽ ചെയ്യുന്നുണ്ട്. മെസ്സി മാത്രമാണ് കളിച്ചതെന്ന് ഇനി പറയരുത്. കാരണം മെസ്സി ഇല്ലാതെയാണ് ബ്രസീലിനെ അവർ പരാജയപ്പെടുത്തിയത്, ഉറുഗ്വേനെ അവർ പരാജയപ്പെടുത്തിയത്. വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് അവർ എടുത്തു കഴിഞ്ഞു. ബ്രസീലിന്റെ ഈ ഒരു പോക്കാണ് ഇനി മുമ്പോട്ടെങ്കിൽ വേൾഡ് കപ്പ് വേണമെങ്കിൽ കളിക്കാം, പക്ഷേ കപ്പടിക്കാം എന്നൊന്നും പറയില്ലേ. ഈ വിനീഷ്യസ് ജൂനിയറിനെ പോലെ റോഡ്രിഗോയെ പോലെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നതെങ്കിൽ ഇതേ പരാജയം തന്നെയായിരിക്കും. കുറച്ചൊക്കെ ടീമിനോട് ആത്മാർത്ഥതയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കണ്ടെത്തുക, പിന്നെ മാക്സിമം നെയ്മർ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇനി ബ്രസീലിന് മുന്നിലുള്ള ഓപ്ഷൻസ്. അതേപോലെ പഴയ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പുതിയ കുറച്ച് പിള്ളേർ വന്നപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മാറി നിന്ന് കുറച്ച്, ഞാൻ പറയുന്നത് ഈ ഗബ്രിയൽ ജീസസ് അല്ലെങ്കിൽ നമ്മുടെ ഫെർമീനിയോ, ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിന്റെ കാര്യം. അതേപോലെയൊക്കെയുള്ള പ്ലേയേഴ്സ് നമ്മൾ മേക്ക് ചെയ്ത് എടുക്കുമോ? അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ എന്താ പറയാ, ഇനിയിപ്പോ ഈ ഒരു കഴിഞ്ഞ, അതായത് 2021 അർജന്റീന കോപ്പ അടിക്കുന്നതിന് മുമ്പ് നടന്ന കോപ്പ ബ്രസീൽ അടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്കോഡുണ്ട്. അതിൽ നെയ്മർ ഇല്ലായിരുന്നു. നെയ്മർ ഇല്ലാതെയാണ് അവർ കോപ്പ അമേരിക്ക അടിക്കുന്നത്. അന്നത്തെ ബ്രസീലിന്റെ സ്കോഡ് എന്നൊക്കെ പറഞ്ഞ വിഷയമായിരുന്നു. അന്ന് ലീഡ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു കുട്ടീനോ ആയിരുന്നു. അപ്പോൾ ബ്രസീൽ ആണ് സ്റ്റിൽ, ഞാനിപ്പോഴും പറയുന്നു ഇത് ബ്രസീലാണ്. അതുകൊണ്ട് ആരും പരിഹസിക്കണ്ട, കാരണം ഇത് ബ്രസീലാണ്. ബ്രസീലിന്റെ ഒരു ലെജൻഡറി ടീം മുഴുവൻ വിരമിച്ച് പോയി. അവിടുന്ന് ബ്രസീലിന്റെ ടീം വലിയൊരു പടുകുഴിയിലേക്ക് വീണ് പോയെടുത്തു എന്ന് ഒരു താരോദയം ഉണ്ടാവുന്നു. നെയ്മർ ജൂനിയർ എന്ന
ആ ആ പുള്ളിക്കാരൻ വരുന്നു 2013 കോൺസൾട്ടേഷൻ അടിക്കുന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് ബ്രസീൽ വന്ന് നിൽക്കുന്നത് റാങ്ക് 1-ലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ് പിന്നീട് കുറച്ച് വേൾഡ് കപ്പ് ക്വാളിഫയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രസീൽ 1-ൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നെയ്മർ ഉണ്ടായിരുന്ന അത്രയും കാലവും ബ്രസീൽ റാങ്കിങ് നമ്പർ 1-ൽ തന്നെ ആയിരുന്നു. അപ്പോൾ ആളിപ്പോൾ നാഷണൽ ടീമിൽ കളിക്കാതെ ആയിട്ട് ഏറെക്കുറെ നല്ല വലിയൊരു ഗ്യാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആള് തിരികെ വരും. അതേപോലെ കുട്ടികളെ അവർ പുതിയത് മൈക്ക് ചെയ്തെടുക്കും. ടീം സ്ട്രോങ് ആകും. ഇത് ബ്രസീലാണ്. അതാണ് ഓരോ ബ്രസീൽ ആരാധകനും ആഗ്രഹിക്കുന്നത്. ബ്രസീലിന്റെ ഒരു തിരിച്ചുവരവിനായിട്ട് നമ്മൾ കാത്തിരിക്കാം. താങ്ക് യു.